ഇനി ഞങ്ങൾ മരീനാട് കടപ്പുറത്തോട്ട് മീൻ വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ ലിഫ്റ്റിലുണ്ടല്ലോ നമ്മുടെ തൊട്ട് താഴത്തെ 5ാമത്തെ നിലയിൽ നമ്മുടെ അയലത്തുകാരനാണ് നിൽക്കുന്നത്. അവൻ പൂനെക്കാരനാണ്. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഒരു സ്കൂളുണ്ട്, സെൻറ്റ് മാർത്ത സ്കൂൾ. അവിടെയാണ് പഠിക്കുന്നത്. അങ്ങനെ താട്ടെ ചേച്ചിമാരെല്ലാം ജോലിക്ക് വന്ന് അതുകൊണ്ട് അതാണ് ആ മഞ്ഞ കളർ കണ്ടില്ലേ, അതാണ് സ്കൂൾ. ഈ ഓപ്പോസിറ്റ് ഇത് നമ്മുടെ അവിടെ പുതിയതായിട്ട് തുടങ്ങിയ ബ്യൂട്ടി പാർലർ, പാർവണം എന്നാണ് ബ്യൂട്ടി പാർലറിൻ്റെ പേര്. അപ്പോൾ നമ്മൾ വേറൊരു വഴി കൂടെ കറങ്ങിപ്പോയപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞ് ആ വഴി പോകേണ്ട, എന്തിനാ ഇങ്ങനെ കറങ്ങി പോകുന്നത്, നമ്മുടെ പുതിയ പാലം തുറന്നിട്ടുണ്ട്. ഈ പാലം എന്ന് പറയുന്നത് ചെറിയൊരു പാലമാണ്. ഇത് ഞങ്ങൾ വന്നിട്ട് ഈ മേനംകുളത്ത് വന്നിട്ട് 3 വർഷമായി. അന്ന് പണി തുടങ്ങിയത്. അതാ ഇപ്പോൾ ഏകദേശം തീർന്ന് വരുന്നു. കാറും കൊണ്ട് വരാൻ അവിടെ പറ്റത്തില്ല. പിന്നെ നല്ല റോഡുമാണ്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഒരു മുക്കിന് കുറച്ച് മീനിട്ട് വിൽക്കുന്നു. എന്നിട്ട് നമ്മൾ വിചാരിച്ചെന്നാൽ അവിടെ എന്താണെന്ന് നോക്കാം. അപ്പം കുട്ടി അയിലയും പാര അങ്ങനെയൊക്കെ എന്തൊക്കെയോ. പക്ഷേ ഈ പെരുമാതുറയിലെ സൈഡിലും അടിപൊളി വീടുകളുണ്ട്. ഈ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പോൾ ഇതിലേക്കൂടെ പോയാലും വീഡിയോ എടുക്കുക. ആൾക്കാരൊക്കെ ഈ ഗേറ്റിൻ്റെ ഫ്രണ്ടിലും അതിൻ്റെ ഫ്രണ്ടിലും നിന്ന് ഫോട്ടോ എടുക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. ഇതാ മരീനാട് കടപ്പുറത്തോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഈ മരീനാട് വന്നാൽ വാങ്ങുന്നത്. രാവിലെ വന്നു കഴിഞ്ഞാൽ വലിയ മീനൊക്കെ കിട്ടുമെന്ന് പറയുന്നത് കേട്ട്. ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഒരു 8 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ചെറിയ മീനുകളാണ്. ഞങ്ങളിപ്പം വന്നപ്പോൾ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ നോക്കുമ്പോൾ ഒരു അമ്മ കൂടേക്കകത്ത് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുമോ മീൻ. നാളെ തൊട്ട് ട്രോളിങ് നിരോധനമല്ലേ. അപ്പോൾ ഞാനും വിചാരിച്ച് കുറേ മീൻ പോയി വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കാമെന്ന്. അപ്പോൾ ഈ കടപ്പുറത്ത് കൊണ്ടുവന്നിട്ട് അവിടെ തന്നെ ഇട്ടാണ് ഇവർ വിൽക്കുന്നത്. അത് ഇത്രയും മണ്ണല്ലാതെ ഇവർ എന്താ കവറിനകത്ത് എടുത്തുകൊണ്ട് പോകുന്നതും കണ്ടിട്ടുണ്ട്. നമ്മൾ നോക്കിയപ്പോൾ കുറേ ആൾക്കാർ കൂടി നിർത്തിക്കുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ചെറിയ പാരകളില്ലേ, ആ മീനാണ്. അത് ഓരോരുത്തർ ലേലം ചെയ്യുക. ലേലം ചെയ്യാൻ അറിയാവുന്നവർക്ക് ഒരു 2-3 പേര് ചേർന്ന് നിന്ന് നല്ല വൃത്തിയ മീനെ കിട്ടുക. അങ്ങനെയൊക്കെ നല്ല ലാഭത്തിന് കിട്ടും. അപ്പോഴാണ് നോക്കിയപ്പോൾ ആ കാഴ്ച കണ്ടത്. കുറേ മീൻ ഇങ്ങനെ ഇടത്തും പിടയ്ക്കുന്ന കേട്ടോ. അത് ഒരു കറുത്ത മീനാണ്. അതിൻ്റെ തൊലി ഭയങ്കര കട്ടിയായിരുന്നു. അതിൻ്റെ തോല് ഉരിച്ചിട്ടാണ് ഇവർ വിൽക്കുന്നത്. അപ്പോൾ ഈ മീനെ കണ്ടപ്പോൾ പൂല മീൻ, ഇതിൻ്റെ പേര് പൂല എന്നാണ്. നമ്മുടെ കായലിലൊക്കെ കിട്ടുന്നത്. ഞാൻ ആ ടേസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞ് വാങ്ങിച്ചു. 100 രൂപയാണ് ഈ മീൻ. അപ്പം ആ മറ്റേ 2 മീനെന്ന് പറയുന്നത് ഭയങ്കര കട്ടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു ആ മീൻ വേണ്ട, ഈ തോലുരിഞ്ഞ് വെക്കുന്നത് ആദ്യമായിട്ടാണ് വാങ്ങുന്നത്, അതിന് പകരം അതിടാൻ പറഞ്ഞു. എന്നിട്ട് ഈ അമ്മൂമ്മയുണ്ടല്ലോ, ഈ അമ്മൂമ്മ 300 രൂപയ്ക്കാണെന്നും പറഞ്ഞ് അത്രയും കിളി വാരിയിട്ടിട്ട് നമ്മളെ പറ്റിച്ചു പോട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ വലയ്ക്കകത്ത് ഓരോരുത്തരും മീനെ പിടിക്കുന്നത്. മീനെ പിടിച്ച മീനെ കൊണ്ടിട്ട് മാറ്റി തരം തിരിച്ചെടുക്കുന്നു, വലയിൽ നിന്ന് എടുക്കുന്നു. അതായത് ചെറിയ പാരകളും ചൂരയും അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇനിയും ചെറിയ ബോട്ടുകൾ വരാനുണ്ട്. ആ ബോട്ടിനെ വലിച്ചേട്ടാനാണ് ആ ട്രാക്ടർ പോലുള്ള വണ്ടി കിടക്കുന്നത്. പിന്നീട് താണ്ടെ ഓരോരുത്തർ തൊലി ഉരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ മീൻ വാങ്ങിച്ച് ഞങ്ങളിലേക്ക് പോരുന്നത്. അപ്പോൾ താണ്ടെ ഇതാണ് പൂല മീൻ. അതിന് 100 രൂപയ്ക്കാണ് ഇത്രയും തന്നത്. പിന്നീട് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ പറ്റിച്ച കിളിമീൻ. ഈ കിളിമീൻ ചെങ്കലവ, പുയ്യാപ്പിളക്കോര അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയും. ഇത് 300 രൂപയുടെ മീൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.